മക്കളെ, ഇന്ന് നമുക്ക് ജിന്ദഗി കാ സഫർ എന്ന ഹായ്ക്കൂയിലെ പരീക്ഷാ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സാഹബ് കെ ആംഗൺ സെ ക്യാ മത്ലബ് ഹെ? സാഹബ് കെ ആംഗൺ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അമീർ ലോഗോं के സുരക്ഷിത ജീവൻ, ധനികരായ ആളുകളുടെ സുരക്ഷിത ജീവിതമാണ് സാഹബ് കെ ആംഗൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സൂക്ക യാ ബാട്ട് കിസ്കോ സൂചിത് കർത്താ ഹെ? സൂക്ക യാ ബാട്ട് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജീവൻ കി പരേശാനിയം, ജീവിതത്തിലെ പ്രയാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സാഹബ് കെ ആംഗൺ മേ സദാ ഫുഹാർ സെ ക്യാ താത്പര്യ ഹെ? अमीर लोग हमेशा सुख सुविधाओं में रहते हैं, उन्हें जीवन की कोई परेशानियों को सामना नहीं करना पड़ते हैं. ധനികരായ ആളുകൾക്ക് എപ്പോഴും സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കാൻ സാധിക്കുന്നു. അവർക്ക് യാതൊരു പ്രയാസങ്ങളും ജീവൻക്ക് കോയി പരേശാനിയോക്കോ, അവർക്ക് ജീവിതത്തിലെ യാതൊരു പ്രയാസങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നില്ല. നാലാമത്തെ ചോദ്യം, സാഹബ് കെ ആംഗൺ സദാ ഫുഹാർ യഹാ സൂചിത് ഭാവ് ക്യാ ഹെ? സാഹബ് കാ ആംഗൺ സദാ ഫുഹാർ എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. സാഹബ് കെ ഘർ കി സമൃദ്ധി, സാഹബിന്റെ വീട്ടിലെ സുഖസമൃദ്ധിയോടെയുള്ള ജീവിതമാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ലാട്ടിയാ മുട്ടാപ്പെ കി ദീഖ്തി നഹീ യഹാ കി സാമാജിക വിഷയ് ആർ ഇഷാര ഹെ? ലാട്ടിയ മുട്ടാപ്പെ കി ദീഖ്തി നഹി എന്നതുകൊണ്ട് ഏത് സാമൂഹിക വിഷയമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് ചോദ്യം. വൃദ്ധജനോ കി ഉപേക്ഷ, വൃദ്ധന്മാരെ അവഗണിക്കുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലാട്ടി കിസ്ക പ്രതീക് ഹെ? ലാട്ടി എന്നത് എന്തിൻ്റെ പ്രതീകമാണ്? വടി എന്നത് എന്തിനെയാണ് പ്രതീകമാക്കുന്നത്? ആശ്രയ്, അപ്നാപ്പൻ ഓർ സമ്മാൻ കാ പ്രതീക് ഹോ സക്താ ഹെ? ആശ്രയം, അതുപോലെ തന്നെ സ്വന്തമാക്കൽ, ആദരവ്, അതിൻ്റെയൊക്കെ പ്രതീകമാണ് ലാട്ടി. ലാട്ടി എന്ന് പറഞ്ഞാൽ ആശ്രയം നൽകുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ബൂട്ടേനെ ക്യോം ലാട്ടിയാം ടൂണ്ടി, ആ വൃദ്ധൻ എന്തിനാണ് വടി അന്വേഷിച്ചത്? ബൂട്ടാപ്പയമ്മേ ഉൻകെ സഹാരെ കെ ലിയെ കോയി നഹി ഹെ ഇസ്ലിയെ, വൃദ്ധാവസ്ഥയിൽ അവരെ സഹായിക്കാൻ ആരുമില്ല, അതുകൊണ്ടാണ് അയാൾ ആശ്രയം, ആ വൃദ്ധൻ വടി അന്വേഷിച്ചത്, അതായത് ആശ്രയം അന്വേഷിച്ചത് എന്നാണ് പറഞ്ഞത്. ലാട്ടിയാം ബുട്ടാപ്പേക്ക് ദീഖ്തി നഹി ഇൻ പങ്ക്തിയം സെ ക്യാ ആശയം മിൽത്താ ഹെ? വടി അന്വേഷിച്ചു പക്ഷേ കണ്ടുകിട്ടിയില്ല എന്ന് പറഞ്ഞതിൽ നിന്നും എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. ബുട്ടാപ്പെ മേ ഉൻകെ സഹാരെ കെ ലിയെ ബേട്ടെ സാത്ത് നഹി ഹെ? വൃദ്ധാവസ്ഥയിൽ അവരെ സഹായിക്കാൻ മക്കൾ ആരും തന്നെ കൂടെയില്ല. ഇസ്ലിയെ വേ ലാട്ടിയാൻ ടൂണ്ട് രഹേ ഹെ? ഇക്കാരണത്താൽ തന്നെ അവർ ആശ്രയം അന്വേഷിക്കുന്നു. വർത്തമാൻ സമാജ് മേ വൃദ്ധ മാം ബാപ്പ് ഉപേക്ഷ കാ ശിക്കാർ ഹോ രഹാ ഹെ? വർത്തമാൻ സമാജ് മേ വൃദ്ധരായിട്ടുള്ള അമ്മയും അച്ഛനും വൃദ്ധന്മാരായിട്ടുള്ള മാതാപിതാക്കൾ ഇപ്പോൾ ഉപേക്ഷ, അവഗണന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ബർഫീലി നഗരി മേ നെഹ് കി ആഞ്ച് സെ ക്യാ താത്പര്യ ഹെ? ബർഫീലി നഗരി മേ നെഹ് കി ആഞ്ച് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദുഃഖി ദിൽ വാസ്തവിക സ്നേഹ് പാനെ കി കോശിഷ് കർത്താ ഹെ? ദുഃഖിതമായിട്ടുള്ള മനസ്സ് യഥാർത്ഥ സ്നേഹം നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബർഫീലി നഗരി കിസ്ക പ്രതീക് ഹോ സക്താ ഹെ? ബർഫീലി നഗരി എന്നത് എന്തിൻ്റെ പ്രതീകമാണ്? ബേരു കി ബരി ജഗഹ് എന്ന് പറഞ്ഞാൽ ഉദാസീനമായ സ്ഥലം, അല്ലെങ്കിൽ അപ്പനത്ത് കി കമി, സ്വന്തമാക്കലിൻ്റെ കുറവുള്ള സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത്. 11ാമത്തെ ചോദ്യം, ബർഫീലി നഗരി മേ കവയിത്രി ക്യാ ടൂണ്ട് രഹി ഹെ? മഞ്ഞ് മൂടിയ നഗരത്തിൽ കവയിത്രി എന്താണ് അന്വേഷിക്കുന്നത്? സ്നേഹ് കി ഗർമാഹട്ട്, സ്നേഹ് കി ആഞ്ചലെ, സ്നേഹത്തിൻ്റെ ഗർമി, ചൂടാണ് കവി അന്വേഷിക്കുന്നത്. 12ാമത്തെ ചോദ്യം, സ്നേഹ് കി ആഞ്ച് സെ ക്യാ താത്പര്യ ഹെ? സ്നേഹ് കി ആഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മുഷ്കിൽ പരിസ്ഥിതിയോ മേ സഹാര, പ്രയാസകരമായിട്ടുള്ള ചുറ്റുപാടിൽ ആശ്രയം, അതുപോലെ തന്നെ സഹാനുഭൂതി, സ്വന്തമാക്കലിൻ്റെ ഭാവനയാണ് അർത്ഥമാക്കുന്നത്. മാനവീയ റിശ്തോ മേ പ്യാർ ഓർ ഗർമാഹട്ട് കെ മഹത്വ, മനുഷ്യ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും മഹത്വം.
അതാണ് നെഹിക്കി ആഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 13ാമത്തെ ചോദ്യം, ആഞ്ച് और बर्फ कवि ने इन शब्दों का प्रयोग क्यों किया होगा? ആഞ്ച് അതുപോലെ തന്നെ ബർഫ് മഞ്ഞ് എന്നൊക്കെ കവി ഈ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദ്യം. ये दोनों शब्द जीवन की बेरुगता और प्यार की गर्माहट को दिखाते हैं. ये जीवन की അസമതാക്കോ ദർശാത്ത എന്തുകൊണ്ടാണ് ഈ രണ്ട് ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞത്? പ്യാർ കി ഗർമഹട്ട് സ്നേഹത്തിന്റെ ചൂടിനെയാണ് ഇത് കാണിക്കുന്നത്. ജീവൻ കി ബേരൂകത ജീവൻ കി ബേരൂകതയും അതുപോലെ തന്നെ പ്യാർ കി ഗർമഹട്ട് ഈ രണ്ട് ശബ്ദവും ജീവിതത്തിന്റെ മടുപ്പും അതുപോലെ തന്നെ സ്നേഹത്തിന്റെ ചൂടുമാണ് കാണിക്കുന്നത്. ഇത് ജീവൻ കി അസമതാക്കോ ദർശാത്ത ഹെ. ഇത് ജീവിതത്തിന്റെ അസമത്വത്തെയാണ്. അസമത എന്ന് പറഞ്ഞാൽ അസമത്വത്തെയാണ് ഇത് കാണിക്കുന്നത്. 14ാമത്തെ ചോദ്യം നോക്കാം. സിന്ദഗി കി ചുനൗത്തിയ വിഷയ പർ ലേഖ ലിഖേം എന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിന്ദഗി കി ചുനൗത്തി എന്ന വിഷയത്തിൽ ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാനവ ജീവ് ചുനൗത്തിയോം സെ ബരാ ഹോത്ത ഹെ. മനുഷ്യ ജീവിതം വെല്ലുവിളികളാൽ നിറഞ്ഞതാണ്. जब कोई भी चुनौती सामने होती है उसका सामना करना हमारा कर्तव्य है. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ അതിനെ നേരിടുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. व्यक्तिगत विकास और मन की शांति के लिए चुनौतियों का सामना करना सीखना है. വ്യക്തിഗതമായിട്ടുള്ള വികാസത്തിനും അതുപോലെ തന്നെ മനസ്സിന്റെ സമാധാനത്തിനും വേണ്ടി നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്യാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമന കർണ സീഖന ഹെ. തരണം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ധൈര്യ ആത്മവിശ്വാസ് സഹി നിർണയസെ ഹർ കഠിനായിക്കോ പാർ കർ സക്തേ ഹെ. ധൈര്യവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ശരിയായ തീരുമാനങ്ങളിലൂടെയും കഠിനായോക്കോ പ്രയാസങ്ങളെ പാർ കർ സക്തേ ഹെ. പ്രയാസങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയുന്നു. അതഹ സിന്ദഗി में सफलता हासिल करने के लिए चुनौतियों का सामना करना ही पड़ेगा. അതായത് ജീവിതത്തിൽ സഫലത ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള വെല്ലുവിളികൾ നേരിടേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് വരുന്ന പ്രയാസങ്ങളെല്ലാം നമ്മൾ സിമ്പിളായിട്ട് വളരെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ മറികടന്നിട്ട് നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയാക്കണം എന്നാ പറഞ്ഞത്? സഫലമാക്കണം. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ നമുക്ക് വരുന്ന ചുനൗത്തികളെല്ലാം വെല്ലുവിളികളെല്ലാം നമ്മൾ അതിനെ വളരെയധികം ലളിതമായ രീതിയിൽ നേരിടുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സിന്ദഗിക്ക് ചുനൗത്തിയ വിഷയത്തിൽ ലേഖനമാണ് ഇപ്പോൾ നോക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഉണ്ടാവുക. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.